ഇനി വേറെ ഒരു കാര്യം കൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ അറിയിക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു 2 ഏക്കർ 20 സെന്റ് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 20 ലക്ഷം രൂപ നമ്മൾ ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണ് എന്ന് ചോദിച്ചാല് ആലത്തൂരിലാണ് നമ്മൾ ആ സ്ഥലത്തിന് കൊടുത്തിരിക്കുന്നത്. ആലത്തൂരിലുള്ള വീടില്ലാത്ത ആളുകൾക്ക്, ഇപ്പോ ചില ആളുകളൊക്കെ പഞ്ചായത്തിൽ വീടിന് എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വീടിന് എഴുതി കൊടുത്തിട്ട് ആ വീട് എഴുതി കൊടുത്ത ആളുകൾക്ക് സ്ഥലം ഇല്ലാത്തതിന്റെ പേരിൽ വീട് പാസ്സായിട്ടുണ്ട്, സ്ഥലം ഉണ്ടാവൂല. അതല്ലെങ്കിൽ ചിലർ KLU ഉള്ള സ്ഥലമായി KLU ഇല്ലാത്ത സ്ഥലമായിരിക്കും, വീടുണ്ടാവൂല. ഇനി അതല്ലെങ്കിൽ എഴുതി കൊടുത്തിട്ടില്ലാത്തതാണെങ്കിലും അങ്ങനെ സ്വന്തമായി സ്ഥലമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് 2 ഏക്കർ 20 സെന്റ് സ്ഥലം ഞാൻ വാങ്ങിയിടാൻ പോകുന്നത്. അതിൽ 20 ലക്ഷം നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ആലത്തൂരിലാണ് ആ സ്ഥലം ഉള്ളത്. എവിടെ നിന്ന് വരുന്ന ആളുകൾക്കും ആ സ്ഥലം ഞാൻ കൊടുക്കും. കാരണം അത് ഒരു മനസ്സിൽ വലിയൊരു ആഗ്രഹമായിരുന്നു, ഇത്തരം ആളുകൾക്ക് സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണമെന്ന്. അപ്പോ കിടപ്പാടമില്ലാത്ത ആളുകൾക്ക് ഒരു കിടപ്പാടം അതൊരു സ്വപ്നമാണ്. കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയ ആളാണ് ഞാൻ, തലചായ്ക്കാൻ ഒരിടമില്ലാതെ. ഇന്ന് എനിക്ക് വലിയ ഒരു വീട് തന്നെ സൗദിയിലെ ബക്കാല കൂട്ടായ്മ കെട്ടി നൽകി. അതിലിപ്പോ 2 മാസം കൊണ്ട് അതിന്റെ പണി തീരും. എന്റെ സ്വപ്നങ്ങളൊക്കെ എന്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ എന്റെ നാഥനും എനിക്ക് സാധിച്ചു തരുമ്പോ ഇതുപോലെ സ്വപ്നം കണ്ട് അവർക്ക് ആ സ്വപ്നം മാത്രമായി കിടക്കുന്ന ഒരുപാട് ആളുകൾ എന്റെ വീടിന്റെ പരിസരത്ത്, എന്റെ നാട്ടില്, നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. അത്തരം ആളുകൾക്ക് കഴിയാവുന്ന വലിയ ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാനത് വാങ്ങിയിട്ടിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് ഞാൻ ലൈവ് ഇടും. കാരണം ആ സ്ഥലം നമുക്ക് വീതിച്ചു കൊടുക്കണം. എല്ലാം ഒരു 3 സെന്റോ 4 സെന്റോ വെച്ചിട്ട് നമുക്ക് എല്ലാ ആളുകൾക്കും അത് വീതിച്ചു കൊടുത്തിട്ട് നമുക്ക് അതൊരു നല്ലൊരു സ്ഥലമാക്കി ഏകദേശം 10, 50, 60 വീടൊക്കെ നിൽക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ആരുമില്ലേ? പാലക്കാടിന്റെ ചൂട് എന്ന് പറഞ്ഞാല് ഒരു വല്ലാത്തൊരു ചൂടാണ്. 42 ഡിഗ്രിയോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറയണം ഇപ്പോഴത്തെ ചൂട്. സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറം എന്നൊക്കെ പറഞ്ഞ പോലെ സഹിക്കാൻ കഴിയാത്തൊരു ചൂടാണ്. ആ ചൂട്ടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ ആലത്തൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ എന്തേ ഉള്ളൂ തോന്നണു, ഇവിടെ നമ്മളൊരു സ്ഥലം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അതിന് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 20 ലക്ഷം രൂപ നമ്മൾ അതിന് അഡ്വാൻസ് കൊടുത്തു. ഇനി ഒരു 26 ലക്ഷം രൂപ കൂടി നമ്മളതിന് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 ഏക്കറും 20 സെന്റും ആണ് ആ സ്ഥലം ഉള്ളത്. ഈ 2 ഏക്കർ 20 സെന്റ് സ്ഥലം നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ പരിസരങ്ങളിലേക്കുള്ള ആളുകൾക്ക്, വാടകയ്ക്ക് താമസിക്കുന്ന ഒരു തരത്തിലും നിവൃത്തിയില്ലാത്ത ആളുകൾക്ക് വീതിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത ആളുകൾക്ക് ഈ സ്ഥലം വീതിച്ച് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഏറ്റവും നല്ല സ്ഥലമാണ്. അപ്പൊ ഞാനത് സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നേ ഉള്ളൂ. അതിലിപ്പോ അതാണ്, ഇത് നമ്മുടെ വണ്ടിയാണ്. ഈ ശരിക്കും പറഞ്ഞാൽ സുഖമായിട്ട് വണ്ടി ഇതുവരെയും വരും. വണ്ടിയൊക്കെ പോകുന്ന ഏറ്റവും നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. നമ്മളിത് വീതിച്ചു കൊടുക്കണം. സ്ഥലത്തേക്കുള്ള അപേക്ഷകളൊക്കെ ക്ഷണിച്ചു തുടങ്ങി, ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോ അതെന്താണെങ്കിലും പെട്ടെന്ന് തന്നെ ആവും. 50 കുടുംബങ്ങൾക്കാണ് നമ്മളത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിലെല്ലാവർക്കും വീടുണ്ടാക്കി കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ അതൊരു ആഗ്രഹമായിട്ട് അവിടെ നിൽക്കട്ടെ. ഈ സ്ഥലമൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് അതിനുള്ളൊരു സാധ്യത വരികയാണെങ്കിൽ ഈ പറഞ്ഞ കുടുംബങ്ങൾക്കൊക്കെ വീടുണ്ടാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ എന്താണെങ്കിലും സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സ്ഥലം കേട്ടോ. കണ്ടോ, നല്ല കൃഷിക്ക് അനുയോജ്യമായ സ്ഥലവും കൂടിയാണ്. നന്നായിട്ട് വാഴയൊക്കെ ഉണ്ട്. ഇതൊരു പുഴന്റെ സൈഡാണ്, ബാക്ക് സൈഡ് പുഴയാണ്. നല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്രകൃതി രമണീയം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലമാണ്. അപ്പൊ നമ്മളിത് വാങ്ങിക്കാനേ ഒരു കാരണം എന്താണെന്ന് വെച്ചാല് 22,000 23,000 ആണ്. ഞാനിപ്പോഴും അതിന്റെ എഗ്രിമെന്റ് നോക്കിയിട്ടില്ല. അതായത് ചുളുവിന് കിട്ടിയെന്ന് പറയില്ല, നമ്മള് വില കുറഞ്ഞ് എന്നാൽ ഏറ്റവും അടുത്ത് കിട്ടിയപ്പോ ഞാൻ വേഗം വാങ്ങിച്ചിട്ടതാണ്. കാരണം എന്താ വെച്ചാൽ ശരിക്കും വല്ല കച്ചവടക്കാരന്റെ അടുത്തൊക്കെ കിട്ടിയാൽ ഇതൊരു 60,000 70,000 രൂപയ്ക്കൊക്കെ ഈ സ്ഥലം സെന്റിന് കൊടുക്കാൻ പറ്റും.
ഇനി അപ്പോ അതിന് പകരം ഇത് ഇങ്ങനെ ഏറ്റവും വില കുറഞ്ഞ് കിട്ടിയപ്പോൾ നമ്മൾ വേഗം എടുത്തു. കാരണം വീടില്ലാത്ത ആളുകൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു സൗകര്യം നമുക്കിവിടെ കിട്ടും. ഇവിടുത്തെ യഥാർത്ഥമായിട്ട് ഇത് വല്ല കച്ചവടക്കാരന്റെ കയ്യിലാണ് ഈ സ്ഥലം കിട്ടിയതെങ്കിൽ അവനിക്കൊരു 60-70 വിൽക്കില്ല ഷമീർ. ഈ സ്ഥലം കച്ചവടക്കാരാണെങ്കിൽ അല്ലേ 70 വിൽക്കും അല്ലേ? കച്ചവടക്കാർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു 70,000 രൂപയ്ക്കൊക്കെ ഈ സെന്റ് അവര് അത് മുറിച്ചെടുത്തിട്ട് അതിങ്ങടെ അടുത്ത് മുറിച്ച് വെക്കും. പക്ഷെ നമ്മളത് ഇങ്ങനെ ഒരു വിലക്ക് കിട്ടണമെന്ന് കണ്ടത് വേഗം കയറിയിട്ട് അഡ്വാൻസ് കൊടുത്തിട്ട്. കാരണം ഒരു 50 കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ ഒരിടം നമുക്ക് നൽകാൻ സാധിക്കും. വീടില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ 4 സെന്റ് സ്ഥലം വീതം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പഞ്ചായത്തിൽ നിന്ന് വേണമെങ്കിൽ വീട് എഴുതി കൊടുത്ത് വാങ്ങിക്കാം, അല്ലെങ്കിൽ ലോണിനാണെങ്കിൽ അങ്ങനെ. ഇനി ഇതൊന്നും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ 50 കുടുംബങ്ങൾക്കും നമുക്ക് തന്നെ വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റും. എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെ സഹായം നിങ്ങളുടെ സഹകരണം ഒക്കെ എനിക്ക് വേണം. ഇനി ഇതിനകത്ത് 42 ലക്ഷം രൂപ നമ്മൾ ബാലൻസ് കാണിച്ചു. അതിൽ 2 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഒരു 3 ദിവസം ഒരു കേസിന് കൊടുത്തിട്ടുണ്ട്. അത് ഇതിനകത്ത് ചെക്കിനകത്ത് എഴുതിയിട്ടുണ്ട്, പക്ഷെ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് വാങ്ങിയതിന് ശേഷമാണ് നമ്മളത് ഇതാക്കിയത്. ചെക്ക് ഞാൻ ഒരു മിനിറ്റ് കേട്ടോ, ചെക്ക് ഇതിനകത്ത് ഉണ്ട്. എവിടെ ആ സാധനം? ഇതെവിടെ ഉണ്ടാവും. അത് എഴുതിയിട്ടില്ല. ഇതിനകത്ത് 2 ലക്ഷം രൂപ നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ട്. അവര് ആലത്തൂരിലെ ഇവിടെ പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നതാണ്. നമ്മുടെ ആലത്തൂരില് ഈ ബാബു പനക്കൽ എന്ന് പറയും. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫാമിലിയിൽപ്പെട്ട ആളാണ്. അപ്പോൾ സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് മുഴുവൻ തളർന്നു പോയിട്ട് വളരെ എമർജൻസി ആയിട്ട് ആസ്റ്ററിലല്ല, ആശുപത്രിയുടെ പേര് എന്തോ ഒരു പേര് പറഞ്ഞു, അവിടെയാണ് അവർ അഡ്മിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടേക്കാണ്, അപ്പോൾ ആശുപത്രിയിലേക്കാണ് 2 ലക്ഷം രൂപയുടെ ചെക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിച്ചാൽ ഒരു മിനിറ്റ്, ചിലപ്പോൾ ഇതിലുണ്ടാവണല്ലോ. സോറി അത് തെറ്റിയതാണ്. സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുള്ളത്. അബു ബാപ്പു എന്ന് പറയുന്ന 2 ലക്ഷം രൂപയുടെ കറക്റ്റാണ്. അത് സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ വരാത്താണ്. അപ്പോൾ അങ്ങനെ അത് കഴിച്ച് 42 ലക്ഷം രൂപ ബാലൻസ് ഉണ്ട്. ഈ ബാലൻസ് തുകയിൽ നിന്ന് ഇനി അവർക്ക് നമ്മൾ കൊടുക്കാനുള്ളത്, കാരണം അവർക്ക് ഇതിൽ നിന്ന് 12 ലക്ഷം രൂപ മാത്രമാണ് 12 ലക്ഷം രൂപയെ മാത്രമാണ് നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അവർക്ക് ആശുപത്രിയിലെ ചെലവ് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടത് 30 ലക്ഷമാണ്. അതായത് വീടിനും അതുപോലെ തന്നെ മക്കളുടെ വിവാഹത്തിനും അതുപോലെ അവരുടെ തുടർ ചികിത്സയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് 30 ലക്ഷം രൂപയാണ്. ആ 30 ലക്ഷം രൂപയിൽ 12 ലക്ഷം രൂപ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി 18 ലക്ഷം രൂപ ഈ 42 ലക്ഷം രൂപയിൽ നിന്നും നമ്മൾ അവർക്ക് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ബാക്കി തുക, ആ ബാക്കി തുക നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനകത്തുനിന്ന് കുറച്ച് പൈസ നമ്മളൊരു സ്ഥലത്തിന് വേണ്ടി മാറ്റുന്നുണ്ട്. സ്ഥലം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞൊരു കേസാണ്. ഒരു 2.5 ഏക്കർ സ്ഥലം നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, വീട് വെച്ച് കൊടുക്കാനെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത്രയും സ്ഥലത്ത് എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കണമെങ്കിൽ വലിയൊരു എമൗണ്ട് വേണം. അപ്പോൾ സ്ഥലം സ്വന്തമായിട്ട് ഇല്ലാത്ത ആളുകൾക്ക് 4 സെന്റ് വീതം നൽകാനാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 സെന്റ് സ്ഥലം വീതം നമ്മൾ അവർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ സ്ഥലം എടുക്കാൻ വേണ്ടി 20 ലക്ഷം രൂപ നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഈ അഡ്വാൻസ് ചെയ്തു എന്ന് ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല. അപ്പോൾ ഇതിനകത്ത് പല ആളുകൾക്കും അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു, 5 ലക്ഷം അവിടെ കൊടുത്തു, 10 ലക്ഷം ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞു പോകുന്ന ഒന്നല്ല. 20 ലക്ഷം കൃത്യമായിട്ട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ആ അഡ്വാൻസ് ചെയ്തതിന്റെ ഡീറ്റെയിൽ ആണ് ഈ കാണുന്നത്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് ക്ലിയർ ഇല്ലേ? കാണുന്നുണ്ടോ? അബ്ദുൾ സലാം 20 ലക്ഷം രൂപ. അതായത് കഴിഞ്ഞ ഒരു കേസിൽ, പാലക്കാടിലെ കേസിൽ ബാലൻസ് വന്ന തുകയിൽ നിന്നാണ് 20 ലക്ഷം രൂപ നമ്മൾ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത്. ഇനി ഏകദേശം 25 ലക്ഷം രൂപ കൂടി ആ സ്ഥലത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആധാരം രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കാം. അതിന്റെ പേരിലല്ല വാങ്ങിക്കുക. ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷന്റെ ട്രസ്റ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതിനെല്ലാ കാര്യങ്ങളും അതിന് കഴിഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റിന്റെ പേരിൽ നമ്മൾ ആ സ്ഥലം വാങ്ങിയിട്ട് പാവപ്പെട്ട ആളുകൾക്ക് അത് വീതിച്ചു കൊടുക്കും. അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഇനിയിപ്പോൾ ഇതുണ്ടോ,
ഇതിനകത്ത് ഞാൻ ആ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് അബ്ദുൾ സലാം എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ കൊടുത്തതിന്റെ കാണുന്നുണ്ട് 20 ലക്ഷം രൂപ. അത് ഡിസ്പ്ലേ പോയല്ലോ, ഇതാ കേട്ടോ. ഇനി 18 ലക്ഷം രൂപ ഈ 42 ലക്ഷം രൂപയിൽ നിന്നും നമ്മൾ അവർക്ക് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ബാക്കി തുക, ആ ബാക്കി തുക നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനകത്തുനിന്ന് കുറച്ച് പൈസ നമ്മളൊരു സ്ഥലത്തിന് വേണ്ടി മാറ്റുന്നുണ്ട്. സ്ഥലം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞൊരു കേസാണ്. ഒരു 2.5 ഏക്കർ സ്ഥലം നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, വീട് വെച്ച് കൊടുക്കാനെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത്രയും സ്ഥലത്ത് എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കണമെങ്കിൽ വലിയൊരു എമൗണ്ട് വേണം. അപ്പോൾ സ്ഥലം സ്വന്തമായിട്ട് ഇല്ലാത്ത ആളുകൾക്ക് 4 സെന്റ് വീതം നൽകാനാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 സെന്റ് സ്ഥലം വീതം നമ്മൾ അവർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ സ്ഥലം എടുക്കാൻ വേണ്ടി 20 ലക്ഷം രൂപ നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഈ അഡ്വാൻസ് ചെയ്തു എന്ന് ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല. അപ്പോൾ ഇതിനകത്ത് പല ആളുകൾക്കും അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, 5 ലക്ഷം അവിടെ കൊടുത്തു, 10 ലക്ഷം ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞു പോകുന്ന ഒന്നല്ല. 20 ലക്ഷം കൃത്യമായിട്ട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ആ അഡ്വാൻസ് ചെയ്തതിന്റെ ഡീറ്റെയിൽ ആണ് ഈ കാണുന്നത്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് ക്ലിയർ ഇല്ലേ, കാണുന്നുണ്ടോ? അബ്ദുൾ സലാം 20 ലക്ഷം രൂപ. അതായത് കഴിഞ്ഞ ഒരു കേസിൽ, പാലക്കാടിലെ കേസിൽ ബാലൻസ് വന്ന തുകയിൽ നിന്നാണ് 20 ലക്ഷം രൂപ നമ്മൾ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത്. ഇനി ഏകദേശം 25 ലക്ഷം രൂപ കൂടി ആ സ്ഥലത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആധാരം രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കാം. അതിന്റെ പേരിലല്ല വാങ്ങിക്കുക. ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷന്റെ ട്രസ്റ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞു, അതിനെല്ലാ കാര്യങ്ങളും അതിന് കഴിഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റിന്റെ പേരിൽ നമ്മൾ ആ സ്ഥലം വാങ്ങിയിട്ട് പാവപ്പെട്ട ആളുകൾക്ക് അത് വീതിച്ചു കൊടുക്കും. വിഷയം ഇതാണ്. 2 ഏക്കറും അതുപോലെ എത്ര സെന്റ്, 2.5 ഏക്കറോ. അപ്പൊ ഈ 2.5 ഏക്കർ സ്ഥലം ഫിറോസ് കുന്നംപറമ്പിൽ വാങ്ങിയോ വീതിച്ചു കൊടുത്തോ എന്നുള്ളതൊക്കെയാണ് ഈ പ്രിയപ്പെട്ട സഹോദരനും ഇവരുടെ പ്രസ്ഥാനത്തിനും ഉള്ള പ്രധാനപ്പെട്ട ഒരു സംശയം. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലാവും. 20 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു, ഇനി 26 ലക്ഷം രൂപ കൊടുത്താലേ ആ സ്ഥലം രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത്. ഈ 26 ലക്ഷം രൂപ കൊടുത്തോ, അല്ലെങ്കിൽ ആ 26 ലക്ഷം രൂപ ഞങ്ങൾ ബക്കറ്റ് വിരിവെടുത്ത് നിങ്ങൾക്ക് തരട്ടെ എന്നൊന്നും അല്ല ഇവർ നമ്മളോട് ചോദിക്കുന്നത്. അല്ല, അങ്ങനെ ചോദിക്കാമല്ലോ. അതായത് ഫിറോസ് കുന്നംപറമ്പിൽ ഒരുപാട് കഷ്ടപ്പെട്ട് 20 ലക്ഷം ഉണ്ടാക്കിയിട്ട് അഡ്വാൻസ് കൊടുത്തല്ലോ. അതായത് ഫിറോസ് കുന്നംപറമ്പിൽ ഒരുപാട് കഷ്ടപ്പെട്ട് 20 ലക്ഷം ഉണ്ടാക്കിയിട്ട് അഡ്വാൻസ് കൊടുത്തല്ലോ. അതായത് ഫിറോസ് കുന്നംപറമ്പിൽ ഒരുപാട് കഷ്ടപ്പെട്ട് 20 ലക്ഷം ഉണ്ടാക്കിയിട്ട് അഡ്വാൻസ് കൊടുത്തല്ലോ. അപ്പൊ ഒരു 26 ലക്ഷം രൂപ ഫിറോസ് കുന്നംപറമ്പിൽ ഇനി കൊടുക്കണം. അപ്പൊ ആ സ്ഥിതിക്ക് ഞങ്ങൾ കുറച്ച് ബക്കറ്റ് കളക്ഷനൊക്കെ നടത്തി ഒരു 26 ലക്ഷം ഫിറോസ് കുന്നംപറമ്പിലെ കയ്യിൽ തരാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ സ്ഥലം ഒന്ന് വാങ്ങിച്ച് ഈ പാവപ്പെട്ട ആളുകൾ കൊടുത്തൂടെ എന്നല്ല ചോദിച്ചത്. പകരം ഒരു മനുഷ്യനെ കള്ളനാക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു ചിത്രീകരണവുമായിട്ട് ഇവർ വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇവരോട് പറയാനുള്ളത് ആ സ്ഥലത്തിനെ കുറിച്ച്, കാരണം ഇത് ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിന്റെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആറാപ്പുഴയിലാണ്, ആലത്തൂർ ആറാപ്പുഴയിൽ 2.5 ഏക്കർ സ്ഥലം 22 രൂപ, 22,000, 30,000, 22, 24 അങ്ങനെ എന്തോ ആണ് അതിന്റെ വില. എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടണില്ല. അപ്പൊ 22,000-നാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ആ ഒരു വിലക്ക് 2.5 ഏക്കർ സ്ഥലം നമ്മൾ വാങ്ങിയിട്ട് അതിന് 20 ലക്ഷം രൂപയാണ് നമ്മൾ അഡ്വാൻസ് കൊടുത്തത്. ഇനി 26 ലക്ഷം രൂപ അതിന് കൊടുക്കണം. കഴിഞ്ഞ കൊല്ലാണ് അതിന്റെ എഗ്രിമെന്റ് ഒക്കെ എഴുതിയതൊക്കെ സത്യമാണ്. 26 ലക്ഷം രൂപ കൊടുത്താൽ ആ സ്ഥലം നമുക്ക് കിട്ടും. ആ 26 ലക്ഷം രൂപ കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഞാനത് വാങ്ങിയിട്ടില്ല, അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്.